യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോ ദിവസവും ഓരോ ഇൻറ്റൻഷൻസ്, ഓരോ നിയോഗങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അനേകം ആളുകൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതേ സമയത്തും മറ്റു പല സമയത്തുമായി പല സമയത്തും ഈ വചനങ്ങൾ കേൾക്കാറുണ്ട്. ആവർത്തിച്ച് കേൾക്കുന്നവരുണ്ട്, വില കൊടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്, അനേകരിലേക്ക് ഈ വചനം എത്തിക്കുന്നവരുണ്ട്. എല്ലാം ഒരു അനുഗ്രഹമാണ്, എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവീകമായ ഒരു നിയോഗമാണ് ഇങ്ങനെയെല്ലാം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക, പ്രാർത്ഥനയോടെ ആയിരിക്കുക. SLC +1 +2 പരീക്ഷ അതിനുവേണ്ടി ഒരുങ്ങുന്ന കുട്ടികളെ ഓർക്കുവാണ്. വിവിധ രാജ്യങ്ങളിൽ ഇപ്പോൾ അതിൻ്റെ സമയമൊന്നും ആയിരിക്കില്ല, എങ്കിലും നിങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാണ്. ഏതായാലും ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗുണത്തിന്, ഒരു അനുഗ്രഹത്തിന്, ഒരു ബ്ലെസ്സിങ്ങിന് കാരണമാവും. ഈ പ്രാർത്ഥനയെ ഗൗരവമായി കാണുന്ന നിങ്ങളെ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ അനുഗ്രഹം എന്ന പുണ്യഭൂമിയിൽ 365 ദിവസവും അങ്ങയുടെ വചനത്തെ കൊടുക്കുന്ന ഈ സ്ഥലത്ത് ആരുടെയെല്ലാം പേരുകൾ ഉണ്ടോ, അതോടൊപ്പം ഇവിടെ നിന്ന് നൽകുന്ന ഈ വചന ശുശ്രൂഷ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് കാണുകയും കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുണ്ട്. ചിലപ്പോൾ അവർക്കിവിടെ വരാനൊന്നും കഴിഞ്ഞെന്ന് വരില്ല. അവരവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവിടെ ഇരുന്നായിരിക്കും പ്രാർത്ഥിക്കുന്നത്. നിങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളിലൂടെ പങ്കെടുത്തവർ, നിങ്ങളുടെ ഗ്രൂപ്പുകളിലുള്ളവർ, നിങ്ങൾ ആർക്കൊക്കെ വചനം കൊടുത്തു അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, കൂടുതലായും പ്രാധാന്യത്തോടെ പ്രാർത്ഥിക്കുന്നത് തലമുറകൾക്ക് വേണ്ടിയാണ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. വിവിധ രാജ്യങ്ങളിലായിരിക്കുന്ന ചിലർക്ക് PR കിട്ടിയിട്ടില്ല, ജോലി ശരിയായിട്ടില്ല, വീട് ശരിയായിട്ടില്ല, ഇനിയും വിവിധ പരീക്ഷകൾ കടമ്പ കടക്കാനുണ്ട്. എല്ലാം അനുഗ്രഹമായിട്ട് വരും, എല്ലാം നന്മയായിട്ട് വരും. ദൈവത്തിൻ്റെ ഒരു സഹായം ലഭിക്കുമ്പം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ വചനം തരുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 25-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുകയാണ്. 15 മുതലുള്ള വാക്യങ്ങൾ. അവൻ ഓരോരുത്തൻ്റെയും കഴിവനുസരിച്ച് ഒരുവന് 5 താലന്തും മറ്റൊരുവന് 2 വേറൊരുവന് 1 കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. ഇത് താലന്തിൻ്റെ ഉപമയാണ്. ദൈവം ഓരോരുത്തർക്കും ഓരോ താലന്തുകൾ, കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. ആ കഴിവ് തിരിച്ചറിഞ്ഞ് പ്രയോജനപ്പെടുത്തിയവരാ ജീവിതത്തിൽ സക്സസ് ആയവർ, വിജയിച്ചവർ. തിരിച്ചറിഞ്ഞ് അതിനെ, ആ കഴിവിനെ, ആ താലന്തിനെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അധ്വാനിച്ചവരുണ്ട്. നിങ്ങളോട് എല്ലാ കുഞ്ഞുങ്ങളോടും ഒക്കെ പറയട്ടെ, ദൈവം തന്ന താലന്ത് കളയല്. അത് കളഞ്ഞവരാണ് ഒരു പ്രായം കഴിഞ്ഞ്, നിശ്ചിത വർഷങ്ങൾ കഴിഞ്ഞ് വളരെ അധികമായി ദുഃഖിച്ചത്. എന്നെക്കൊണ്ടായില്ലല്ലോ, എനിക്ക് പറ്റിയില്ലല്ലോ, അന്നേരം എനിക്ക് ഇതൊന്നും പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ലല്ലോ, പലതും പറഞ്ഞ് ജീവിതത്തിൽ എവിടെയും എത്താൻ പറ്റാതെ, ജീവിതത്തിൽ ഒന്നും ആകാൻ പറ്റാതെ ഒത്തിരി പേര് നമ്മുടെ ചുറ്റും കരയുന്നുണ്ട് കേട്ടോ. അവർക്കൊക്കെ ദൈവം തന്ന താലന്ത് മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ അതിനുവേണ്ടി അധ്വാനിക്കാനൊന്നും തോന്നിയില്ല. ദൈവം നിങ്ങൾക്ക് തന്ന താലന്ത് കളയല്. അത് പഠിക്കാൻ കഴിവുണ്ട്. ചിലപ്പോൾ അത് ഓരോരോ കഴിവുകളാണ് ഓരോരുത്തർക്കും. പ്രസംഗിക്കാൻ കഴിവ്, പാടാൻ കഴിവ്, അഭിനയിക്കാൻ കഴിവ്, നേതൃത്വ പാടവം, വിവിധ ഭാഷകൾ പഠിക്കാൻ കഴിവ്, ചില കഴിവുകളുണ്ട്. ചിലപ്പോൾ നല്ല ബിസിനസ്സുകാരാനുള്ള കഴിവായിരിക്കാം, ചിലപ്പോൾ നല്ല രാഷ്ട്രീയക്കാരനാകാൻ കഴിവായിരിക്കാം, ചിലപ്പോൾ ദൈവവചനം പ്രസംഗിക്കാനുള്ളൊരു കഴിവായിരിക്കാം, ശുശ്രൂഷയ്ക്കുള്ളൊരു കഴിവായിരിക്കാം. ദൈവം തന്ന താലന്തുകൾ കളയില്ല. ദൈവം തന്ന താലന്ത് ഉഴപ്പിയും കൂട്ടുകൂടിയും എല്ലാവരുടെ ഒപ്പം പോയും കളയല്. നോ പറയാനാണ് ബുദ്ധിമുട്ട്, യെസ് പറയാൻ എളുപ്പമാണ്.
ആര് കമ്പനിക്ക് വിളിച്ചാലും ആര് കൂട്ടുകൂടിയാലും എല്ലാത്തിനും ഓക്കെ എസ് പറഞ്ഞ് പോകാൻ എളുപ്പമാണ്. ചില കാര്യങ്ങൾ എസ് പറയുമ്പം എനിക്ക് ദൈവം തന്ന താലന്താണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ഒരിക്കലും ദൈവം തന്ന താലന്തിനോട് കോംപ്രമൈസ് ആകരുത്. ദൈവം തന്ന താലന്ത് വേറൊരു കാര്യത്തിന് വേണ്ടി, അത് വേറൊന്നിനും വേണ്ടി അത് പണയം വയ്ക്കില്ല. അതാ ഉദ്ദേശിച്ചത്. വേറൊന്നിനും വേണ്ടി പണയം വയ്ക്കരുത്. അത് ദൈവം തന്നതാണ്. നിനക്ക് രക്ഷപ്പെടാനും വിജയിക്കാനും ദൈവം തന്നതാണ്. ദൈവം തന്ന താലന്ത്. അടുത്ത ഭാഗം, 5 താലന്ത് ലഭിച്ചവൻ ഉടനെ പോയി വ്യാപാരം ചെയ്തു. കൈയും കെട്ടി ഇരുന്നോ, പുതപ്പ് മൂടി കിടന്നുറങ്ങിയെന്നോ അല്ല, വ്യാപാരം ചെയ്തു, ബിസിനസ് ചെയ്തു. വ്യാപാരം ചെയ്യാനുള്ള ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ ദൈവമാണ്. ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്തു, 5 താലന്ത് കൊടുത്തു. ആ 5-ലാണ് അധ്വാനം തുടങ്ങിയത്, വ്യാപാരം ചെയ്തത്. അത് 5 കൂടി നേടിയെന്നാണ്. 5 താലന്ത് കൂടി സമ്പാദിച്ചു. ഇത് നമുക്കുള്ള പാഠമാണ്. ദൈവം തന്നത് അത് അധ്വാനിച്ച് അതിന്മേൽ പണിയെടുത്ത് 5 കൂടെ വർദ്ധിപ്പിക്കണം, വിജയിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഇത്ര മാർക്കാണ് കിട്ടിയത്, അതിൻ്റെ അടുത്ത പരീക്ഷയ്ക്ക് അതിനേക്കാൾ നല്ലൊരു മാർക്ക് നേടണം. ചിലപ്പോൾ ഉറക്കം ഇച്ചിരി കുറഞ്ഞെന്ന് വരും, 11 മണി വരെ ഇരിക്കേണ്ടി വരും, 4 മണിക്ക് എഴുന്നേൽക്കേണ്ടി വരും. അതെല്ലാം നമ്മുടെ ദൈവം തന്ന താലന്തിനെ വർദ്ധിപ്പിക്കാൻ നമ്മൾ കൊടുക്കുന്ന അധ്വാനമാണ്. അതിന് ദൈവം അതിന് വില തരും. അടുത്തതാണ്, 2 താലന്ത് കിട്ടിയവനും 2 കൂടി നേടി. അവൻ അധ്വാനിച്ച് നേടി. എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ നിലം കുഴിച്ച് യജമാനൻ്റെ പണം മറച്ചു വച്ചു. അത് ഗുണമായില്ല. അത് മറച്ചു വച്ചു, അത് മൂടി വച്ചു. അത് വളരാനും ഉയരാനും അത് ഒരു ബിസിനസ്സിനും ഒന്നിനും പോയില്ല, അധ്വാനിക്കാൻ പോയില്ല. മറച്ചു വെച്ചു, മടി പിടിച്ചിരുന്നു. വിജയിച്ചില്ല, ഒന്നും നേടിയില്ല, ഒന്നും ആകാൻ പറ്റിയില്ല, എവിടെ എത്തിയില്ല. പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ പറയാറുണ്ട്, ഒരാൾക്ക് അയാളുടെ കയ്യിൽ ഒരു നല്ല മോതിരമുണ്ട്. ഒരു ദേഷ്യത്തിന് അദ്ദേഹം അതെടുത്ത് പറമ്പിലേക്ക് എറിഞ്ഞു. 1 വർഷം തപ്പിയിട്ടും അത് കിട്ടിയിട്ടില്ല. ഇതുപോലാണ് നമുക്ക് ദൈവം തന്ന താലന്തും. നമ്മളെ ശ്രദ്ധിക്കാതെ നമ്മുടെ കയ്യിൽ നിന്ന് അത് കളഞ്ഞാൽ പിന്നീട് 1000 വട്ടം ആലോചിച്ചാൽ തിരിച്ചു കിട്ടിയെന്ന് വരില്ല. അത് നഷ്ടപ്പെട്ടു പോയേക്കാം. ദൈവം നമ്മുടെ കയ്യിൽ തന്നത്, ജീവിതത്തിൽ തന്നത്, അത് കഴിവാകാം. ദൈവം തന്നത് അത് ഓരോരുത്തർക്കും അറിയാം എന്താണെന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് മനസ്സിലാകും. അത് നിങ്ങൾക്ക് നല്ല പോലെ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് മതി നിങ്ങളുടെ ജീവിതം വിജയിക്കാൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒത്തിരി ഫോണൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും, ലാപ്ടോപ്പ് ഉപയോഗിക്കും, കമ്പ്യൂട്ടർ ഉപയോഗിക്കും, ഗെയിം ഒക്കെ ഉപയോഗിക്കുന്ന പിള്ളേരുണ്ടാവും. പക്ഷെ എല്ലാം നിയന്ത്രിക്കണം. ആവശ്യത്തിലധികമായാൽ അതിൻ്റെ കഴിവിനെ, ദൈവം തന്ന താലന്ത് പൊടി പിടിച്ചു പോകാൻ കാരണമാവും. ആവശ്യത്തിന് ഉപയോഗിക്കാവൂ. അത് കഴിഞ്ഞ് മാറ്റി വയ്ക്കാനുള്ളൊരു ധൈര്യം, ഒരു ടൈം ടേബിൾ, ഒരു പാകത നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ വിജയിച്ചു വരും. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങൾ ഒക്കെ ഒരു താലന്തുകൾ വർദ്ധിപ്പിക്കുന്ന കുഞ്ഞുങ്ങളായി മാറും. ഒത്തിരി പേരുടെ മുമ്പിൽ അഭിമാനത്തോടെ നിൽക്കും. നിങ്ങൾ വിജയിക്കും. നിങ്ങളുടെ മേൽ ദൈവാനുഗ്രഹം ഉണ്ടാവും. പ്രാർത്ഥിക്കാൻ പോവുകയാണ്, കർത്താവേ, താലന്തുകളുടെ ഉപമയിൽ ആ താലന്ത് വർദ്ധിപ്പിച്ചവനെ പോലെ ഞങ്ങളും ഞങ്ങളുടെ താലന്ത് വർദ്ധിപ്പിക്കുന്നു. പ്രസംഗിക്കുന്ന ഞാൻ, ദൈവം എനിക്ക് തന്നൊരു താലന്താ, സുവിശേഷം പറഞ്ഞു കൊടുക്കാനുള്ള താലന്ത്. അത് രാത്രിയും പകലും ഇരുന്ന് വചനം വായിച്ചും പ്രാർത്ഥിച്ചും എഴുതിയും ആ താലന്ത് വർദ്ധിക്കുമ്പോഴാണ് നിങ്ങൾക്കതൊരനുഗ്രഹമാകുന്നത്. ഇതുപോലെ നിങ്ങൾക്കുള്ള കഴിവിനെ രാത്രി പകലാക്കിയും അധ്വാനിച്ചും ഒക്കെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് അത് നിങ്ങൾക്കൊരനുഗ്രഹമാകുന്നത്. പഠിച്ച് നല്ലൊരു വിജയം നേടി ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കൊള്ളണം. ഒരാളും വഴിതെറ്റി പോയേക്കല്ല്, ഒരാളും കൂട്ടുകൂടി നശിച്ചു പോയേക്കല്ല്, വഴിതെറ്റി വേറൊരു വഴിക്ക് പോകരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനയുണ്ടല്ലോ, നിങ്ങളെ വഴി തെറ്റിക്കുന്ന നക്ഷത്രമല്ല ഇത് വഴി തെളിച്ചു തരുന്ന നക്ഷത്രമാണ്. ഈ ശുശ്രൂഷ, ഈ പ്രാർത്ഥന, ഈ വചനമൊക്കെ നിങ്ങളിൽ വഴി തെറ്റിക്കുന്ന, എങ്ങോട്ടേലും കൊണ്ടേ കുഴി ചാടിക്കുന്ന ഒരു ശുശ്രൂഷയല്ല ഇത് നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്ന, ഉയർന്ന ഒരു പദവിയിൽ നല്ലൊരു കസേരയിൽ ഇരിക്കാൻ പാകത്തിന് അനുഗ്രഹമുള്ള ഒരാളാക്കി നിങ്ങളെ മാറ്റുന്ന ഒന്നാണ്.
പ്രാർത്ഥിച്ച് പ്രസംഗിക്കാൻ കഴിവുള്ളവൻ നന്നായി പ്രസംഗിച്ച് പഠിച്ചോണം, നന്നായി പഠിക്കാൻ കഴിവുള്ളവർ നന്നായി പഠിച്ചോണം, പാടാൻ കഴിവുള്ളവർ നന്നായി പാടിക്കൊള്ളണം, അഭിനയിക്കാൻ കഴിവുള്ളവർ നന്നായി അഭിനയിക്കാൻ കഴിവ്, ഓരോ കഴിവുകളും വർദ്ധിപ്പിച്ചെടുക്കണം. ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയമാണ്. എല്ലാവരും പഠിക്കണം. അതിന് തക്കതായൊരു ഉയർച്ചയും വിലയും മഹത്വവും നേടിയെടുത്തോണം. പഠിച്ച് മിടുക്കരാകാൻ കഴിവ് ലഭിക്കട്ടെ. കർത്താവേ, ആരുടെയെല്ലാം പേരുകൾ ഈ ആലയത്തിൽ ലഭിച്ചിട്ടുണ്ടോ, ആരൊക്കെയാണ് ആ ഭവനങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്, അവരുടെ പേരുകൾ പറഞ്ഞ് അവിടെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദീർഘായുസ്സും ആരോഗ്യവും കുഞ്ഞുങ്ങൾക്ക് വേണം. പഠിക്കാനുള്ള കഴിവ് കൊടുക്കണം, വിജയിക്കണം, പഠിച്ച കാര്യങ്ങൾ ഓർക്കാൻ, അത് നന്നായി എഴുതാൻ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ, വിജയിക്കാൻ, അവരുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ലഭിച്ച ഞങ്ങൾ ഈ ഒരു കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സകല കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ, നിങ്ങൾ പ്രാർത്ഥിച്ച് കർത്താവ് ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഇന്ന് പങ്കെടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് എന്നെ കേൾക്കുന്ന എല്ലാ മാതാപിതാക്കളും പറഞ്ഞ്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്ന് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെക്കുറിച്ച് പറഞ്ഞ് ഞങ്ങളുടെ ഇടവകയിലുള്ള, ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെ, ഈ കൂട്ടായ്മയിലുള്ള സകല കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്കൂളിൽ കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യവും ഇത് കൊടുക്കാനൊരു മനസ്സും ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ഈ വചനം കേൾക്കാൻ പറയാൻ പറ്റുന്നവരോട് ദൈവം അനുഗ്രഹിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ, ഭാഗ്യമുണ്ടാകട്ടെ. എല്ലാ അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, അപകടം, ചതി, വഞ്ചന സകലതും മാറിപ്പോകട്ടെ. ദൈവീകമായ സംരക്ഷണമുണ്ടാകട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ 91 സങ്കീർത്തനത്തിൻ്റെ സംരക്ഷണത്തോട് ചേർന്ന് നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെയും 5:30 ഒരുമിച്ച് കാണണം. നമുക്ക് സാധ്യമായ എല്ലാവരോടും ഈ വചനമൊക്കെ കൊടുക്കണം. അനുഗ്രഹമാണ്, പ്രയോജനപ്പെടും, അത് വളരാൻ കാരണമാവും. സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ സഹായിക്കട്ടെ. നാളെയും 5:30 തന്നെ ഒരുമിച്ച് കാണാം. ഒക്കുമെങ്കിൽ സാഹചര്യം അനുകൂലമാണെങ്കിൽ ഒരുമിച്ച് വരിക. നമുക്ക് ഒരുമിച്ച് ആ സമയം പ്രാർത്ഥിക്കാം. നാളെ കാണുന്നതുവരെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.